ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പദ്ധതിയിട്ട 4 ഗുണ്ടാ നേതാക്കളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഗുണ്ടാ തലവൻ രഞ്ജൻ പതക്കിന്റെ സംഘത്തിലെ 4 പേരാണ് ഡൽഹിയിൽ കൊല്ലപ്പെട്ടത്. ഡൽഹി പോലീസ്, ക്രൈംബ്രാഞ്ചും ബീഹാർ പോലീസും സംയുക്തമായാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇവര് ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി എത്തിയവരാണെന്ന് പറയുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്തതായി ബീഹാർ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത് രഞ്ജൻ പതക് എന്ന ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനായി ഒരു പദ്ധതി തയ്യാറാക്കി ഡൽഹിയിൽ നിന്നും ബീഹാറിലേക്ക് എത്തുന്നതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം ഡൽഹി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഡൽഹി പോലീസും ബീഹാർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഡൽഹിയിലെ രോഹിണിയിൽ വെച്ച് ഈ ഗുണ്ടാ സംഘത്തെ പിടികൂടാൻ ശ്രമിക്കുന്നത്. അതിനിടെ പോലീസിന് നേരെ ഈ രഞ്ജൻ പതക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി 2:20 ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് രോഹിണിയിൽ. ഏറ്റുമുട്ടലിൽ 4 പേരെ പോലീസ് വധിച്ചിട്ടുണ്ട്. ഗുണ്ടാ നേതാവായ രഞ്ജൻ പതക് ഉൾപ്പെടെ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. രഞ്ജൻ പതക്കിനെ കൂടാതെ ബിംലേഷ് മഹതോ, മനീഷ് പതക്, അമൻ താക്കൂർ എന്നീ 3 പേർ കൂടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യ 3 പേരും ബീഹാറിലെ സീതാമഢി സ്വദേശികളാണ്. ഇവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറി നീക്കം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുന്നതിനായി ബീഹാറിലേക്ക് പോകും വഴിയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടുമെന്നും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുമാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ഇവരെ സമീപത്തുള്ള MS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.